ബീച്ചിനോട് കിടപിടിക്കുന്ന മൺവീടുണ്ടാക്കി, സോളാർ ടെന്റ് ഉണ്ടാക്കി സൈന്യത്തെ തണുപ്പിൽ നിന്നും രക്ഷിച്ചു. നെറ്റ് സ്ലോ തൊട്ട് ജലക്ഷാമത്തിന് വരെ പരിഹാരം. 3 ഇഡിയറ്റ്സിലെ ആമീർ കഥാപാത്രത്തിന് പ്രചോദനം. ലഡാക്കിലെ പ്രതിനായകനായ മലമടക്കിലെ ഗാന്ധിയുടെ വിസ്മയ ജീവിതമാണിന്ന്. അറിയാം ഇൻഡെപ്തിലൂടെ. വെറും 55 കോടി മുടക്കി 400 കോടിയിലേറെ നേടി 2009 പാൻ ഇന്ത്യൻ സൂപ്പർ ഹിറ്റ് മൂവിയായ 3 ഇഡിയറ്റ്സ് ഓർമ്മയില്ലേ? അതിൽ ആമിർ ചെയ്ത ഫുൻസുക് വാങ്ജു എന്ന എഞ്ചിനീയർ കം ശാസ്ത്രജ്ഞനെ സിനിമാ പ്രേമികൾക്ക് അത്ര എളുപ്പത്തിലൊന്നും മറക്കാൻ സാധിക്കില്ല. ആ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയായിരുന്നു. ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന എഞ്ചിനീയറിംഗ് ജോലി വലിച്ചെറിഞ്ഞ് തന്റെ നാട്ടിലെ പ്രകൃതിയെ സംരക്ഷിക്കാനും കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഒരു ആക്ടിവിസ്റ്റിന്റെ കഥയായിരുന്നു അത്. അദ്ദേഹമാണ് സോനം വാങ്ചുക് എന്ന എഞ്ചിനീയർ കം ശാസ്ത്രജ്ഞൻ. അന്ന് മാധ്യമങ്ങൾക്ക് അദ്ദേഹം നായകനായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പ്രതിനായകനാണ്. കാരണം ലഡാക്കിൽ ജെൻസി മോഡലിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിലെ വില്ലനായി കേന്ദ്ര സർക്കാർ ചിത്രീകരിക്കുന്നത് ഈ 59കാരനെയാണ്. സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് ലേ അപെക്സ് ബോർഡിൽ നടത്തിയ ബന്ദിനിടെ പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. സംഘർഷത്തിൽ 30ഓളം പേർക്ക് പരിക്കേറ്റു. ലഡാക്കിന് സംസ്ഥാന പദവി ആവശ്യപ്പെട്ടും 6ാം ഷെഡ്യൂൾ വിപുലീകരിക്കാനും വേണ്ടി നടത്തിയ ബന്ദ് ആക്രമണത്തിൽ കലാശിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ CRPF വാഹനങ്ങൾ ഉൾപ്പെടെ അഗ്നിക്കിരയാക്കി. ലേയിലെ BJP ഓഫീസിന് തീയിട്ടു. പോലീസ് നടത്തിയ വെടിവെപ്പിനിടയിൽ 4 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ കഴിഞ്ഞ 15 ദിവസമായി പൂർണ്ണ സംസ്ഥാന പദവി ആവശ്യപ്പെട്ട് സോനം വാങ്ചുക് ലേയിൽ നടത്തി വന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം നിർത്തിവെച്ചു. മേഖലയിൽ അശാന്തി വർദ്ധിപ്പിക്കരുതെന്ന് പ്രതിഷേധം നടത്തുന്നവരോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര സർക്കാർ സോനം വാങ്ചുക്കിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ്. നിരാഹാര സമരം പിൻവലിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടും അത് തുടർന്നുവെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആരോപണം. അറബ് വസന്തത്തിന്റെ ശൈലിയിലുള്ള പ്രതിഷേധത്തെക്കുറിച്ചും നേപ്പാളിലെ ജെൻസി പ്രതിഷേധങ്ങളെക്കുറിച്ചും പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തി ജനങ്ങളെ വാങ്ചുക് തെറ്റിദ്ധരിപ്പിച്ചതായി ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥരും BJP നേതാക്കളും ആരോപിക്കുന്നുണ്ട്. ഇതോടെ ഒറ്റ രാത്രി കൊണ്ട് സോനം വാങ്ചുക് അർബൻ നക്സലൈറ്റും ചൈനീസ് അനുകൂലിയും രാജ്യദ്രോഹിയുമായി. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നുമല്ല അദ്ദേഹം. അതൊരു അസാധാരണ കഥയാണ്. എന്തായാലും അതാണ് പരിശോധിക്കേണ്ടത്. 1966 ലഡാക്കിലെ ലേ ജില്ലയിലെ ആൽച്ചിക്കടുത്താണ് സോനം വാങ്ചുക് ജനിക്കുന്നത്. അച്ഛൻ സോനം വാങ്ങിയർ, അമ്മ സെറിങ് വാങ്മോ. അവർ ലഡാക്കിലെ 90% പോലെ അന്നത്തെ അഷ്ടിക്ക് വക കണ്ടെത്തിയിരുന്ന പാവങ്ങളായിരുന്നു. ഗ്രാമത്തിൽ സ്കൂളുകളില്ലാത്തതിനാൽ 9 വയസ്സ് വരെ അദ്ദേഹം സ്കൂളിൽ പോയില്ല. ആ പ്രായം വരെ അമ്മയാണ് അവർക്ക് അറിയാവുന്നത് പഠിപ്പിച്ചത്. 9 വയസ്സുള്ളപ്പോൾ ശ്രീനഗറിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ളൊരു സ്കൂളിൽ ചേർത്തു. എന്നാൽ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാത്തതിനാൽ മറ്റു കുട്ടികളുടെ ഒപ്പം എത്താൻ അവന് കഴിഞ്ഞില്ല. ഇതോടെ ക്ലാസ്സിൽ പലപ്പോഴും മണ്ടൻ എന്ന രീതിയിൽ അവൻ പരിഹസിക്കപ്പെട്ടു. ഈ മണ്ടൻ പിന്നീട് ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി വളർന്നു എന്നത് വേറെ കാര്യം. കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി കൗൺസിലിങ്ങിനും വിധേയനായി. ഈ ചികിത്സ സഹിക്കാൻ കഴിയാതെ 1977 അദ്ദേഹം ഒറ്റയ്ക്ക് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഡൽഹിയിലെ വിശേഷ് കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ അടുത്താണ് ഒരു ബന്ധു വഴി അവൻ എത്തിപ്പെട്ടത്. ആ പ്രിൻസിപ്പലാണ് സോനം വാങ്ചുക്കിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് വളർത്തിയത്. പഠിക്കാനുള്ള സാമ്പത്തികമായുള്ള സഹായം പിതാവിൽ നിന്ന് കിട്ടുകയും ചെയ്തു. മിടുക്കനായ അവൻ നല്ല പരിശീലനം കിട്ടിയതോടെ വളർന്നു. 1987 ശ്രീനഗറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, അന്ന് REC ശ്രീനഗറാണ്, ഇന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech ബിരുദം നേടി. എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നതിനെ ചൊല്ലി പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിദ്യാഭ്യാസത്തിനുള്ള പണം സോനം ജോലി ചെയ്താണ് ഉണ്ടാക്കിയത്. 1988 ബിരുദാനന്തര ബിരുദം ഉയർന്ന മാർക്കിൽ നേടി. ഈ സമയത്താണ് സോനം വാങ്ചുക്കിലെ ആക്ടിവിസ്റ്റ് ഉണരുന്നത്. ലഡാക്കിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എത്ര മോശമായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എഡ്യൂക്കേഷൻ ആക്ടിവിസമാണ് ആദ്യം സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു പുരോഗമന സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ എന്നായിരുന്നു വാങ്ചുക് എപ്പോഴും പറഞ്ഞിരുന്നത്. MTechന് ശേഷം അദ്ദേഹവും സഹോദരനും 5 സഹപാഠികളും ഒത്തു തുടങ്ങിയ സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് അഥവാ സെഗ്മോൾ എന്ന സംഘടനയെ ഹിമവാന്റെ മടിത്തട്ടിൽ ഈ കൊച്ചു ജനതയുടെ ചരിത്രം എഴുതുന്ന ആർക്കും അവഗണിക്കാൻ സാധിക്കില്ല. വിദ്യാഭ്യാസ വകുപ്പുമായും ഗ്രാമവാസികളുമായും സഹകരിച്ച സെഗ്മോൾ ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് എന്ന പേരിലുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്കൂളുകൾ ഇല്ലാത്തടത്ത് പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുക, അധ്യാപകർ ഇല്ലാത്ത ഇടങ്ങളിൽ തങ്ങളുടെ സന്നദ്ധ പ്രവർത്തകരെ ഇറക്കി ക്ലാസ് എടുക്കുക, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൗജന്യ ഗൈഡൻസ് നൽകുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ അവർ നടത്തി.
1993 ജൂൺ മുതൽ 2005 ഓഗസ്റ്റ് വരെ ലഡാക്കിന്റെ ഏക പ്രിന്റ് മാസികയായ ലഡാക്ക് മെലോങ്ങിന്റെ സ്ഥാപകനും എഡിറ്ററുമായും വാങ്ചുക് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിലും വിദ്യാഭ്യാസ പുരോഗതിക്കാണ് അദ്ദേഹം ഏറെയും എഴുതിയത്. ഈ പ്രവർത്തനങ്ങളൊന്നും കണ്ടില്ലെന്നടിക്കാൻ സർക്കാരിനും സാധിച്ചില്ല. 2001 ഹിൽ കൗൺസിൽ ഗവൺമെന്റിൽ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ നിയമിച്ചു. 2002 മറ്റ് NGO മേധാവികളുമായി ചേർന്ന് ലഡാക്ക് NGOകളുടെ ഒരു ശൃംഖലയായ ലഡാക്ക് വോളണ്ടറി നെറ്റ്വർക്ക് അദ്ദേഹം സ്ഥാപിച്ചു. 2005 വരെ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചു. ലഡാക്ക് ഹിൽ കൗൺസിൽ ഗവൺമെന്റിന്റെ വിഷൻ ഡോക്യുമെന്റ് ലഡാക്ക് 2025 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുകയും 2004 വിദ്യാഭ്യാസ ടൂറിസം നയരൂപീകരണത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു. 2005 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ഈ രേഖ ഔദ്യോഗികമായി പുറത്തിറക്കി. 2005 ഇന്ത്യ ഗവൺമെന്റിന്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിലെ നാഷണൽ ഗവേണിംഗ് കൗൺസിൽ ഫോർ എലിമെന്ററി എഡ്യൂക്കേഷൻ അംഗമായി വാങ്ചുകിനെ നിയമിക്കുന്നുണ്ട്. 2007 മുതൽ 2010 വരെ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്കായി വിദ്യാഭ്യാസ മന്ത്രാലയത്തെ പിന്തുണയ്ക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു ഡാനിഷ് NGOയായ MS-ന്റെ വിദ്യാഭ്യാസ ഉപദേഷ്ടാവായും അദ്ദേഹം പ്രവർത്തിച്ചു. 2013 ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ബോർഡ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് വാങ്ചുകിനെ നിയമിക്കുന്നുണ്ട്. 2014 ജമ്മു കാശ്മീർ സംസ്ഥാന വിദ്യാഭ്യാസ നയവും ദർശനരേഖയും രൂപപ്പെടുത്തുന്നതിനുള്ള വിദഗ്ധ പാനലിലും അദ്ദേഹം അംഗമായി. 2015 മുതൽ സോനം ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് സ്ഥാപിക്കുന്നതിനായി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ വിവിധ മേഖലയിലുള്ള പ്രവർത്തന പരിചയം സോനം വാങ്ചുകിന് വന്നു ചേർന്നു. അന്ന് സർക്കാരിന് ഒപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ആരും ഒരു റിബലായി അദ്ദേഹത്തെ അന്ന് കണ്ടിരുന്നില്ല. പഠിക്കുന്ന കാലത്ത് തന്നെ ആശയങ്ങളുടെ രാജാവ് എന്നാണ് വാങ്ചുക് അറിയപ്പെട്ടിരുന്നത്. ലഡാക്കിലെ ജനങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിരവധി കണ്ടുപിടുത്തങ്ങളും അദ്ദേഹം നടത്തി. ലഡാക്കിലെ ശുദ്ധജലക്ഷാമത്തിന് പരിഹാരമായി കണ്ടുപിടിച്ച ഐസ് സ്തൂപമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ലഡാക്കിലെ കർഷകർ നേരിടുന്ന ജലപ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. ശൈത്യകാലത്ത് പാഴാകുന്ന അരുവികളുടെ ജലത്തെ ഭീമൻ ഐസ് കോണുകൾ അല്ലെങ്കിൽ സ്തൂപങ്ങളുടെ രൂപത്തിൽ സംഭരിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വസന്തത്തിന്റെ അവസാനത്തിൽ വെള്ളം ഉരുകാൻ തുടങ്ങുമ്പോൾ അത് പുറത്തുവിടും. കർഷകർക്ക് വെള്ളം ആവശ്യമുള്ള സമയമാണത്. അപ്പോൾ ധാരാളം വെള്ളവും കിട്ടും. 2014 ഫെബ്രുവരി അവസാനത്തോടെ ഏകദേശം 1,50,000 ലിറ്റർ ശൈത്യകാല നീരൊഴുക്ക് വെള്ളം സംഭരിക്കാൻ കഴിയുന്ന 2 നിലകളുള്ള ഒരു ഐസ് സ്തൂപത്തിന്റെ പ്രോട്ടോടൈപ്പ് അവർ വിജയകരമായി നിർമ്മിച്ചു. ലളിതമായ ശാസ്ത്രതത്വങ്ങൾ വഴി നിർമ്മിച്ച ഈ സാധനം ലഡാക്കിലെ ജലപ്രശ്നത്തിന് വലിയ പരിഹാരമായി. ഐസ് സ്തൂപ ടെക്നോളജി പഠിക്കാൻ പിന്നീട് സിക്കിം സർക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്വിറ്റ്സർലൻഡ് അധികൃതരും ഇതേക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹത്തെ രാജ്യത്തേക്ക് ക്ഷണിച്ചു. മണ്ണുകൊണ്ട് നിർമ്മിച്ച പരിസ്ഥിതി സൗഹാർദ്ദ വീടുകളായിരുന്നു അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവന. ഊർജ്ജ സംരക്ഷണ തത്വങ്ങൾ വഴി നിർമ്മിച്ച ഈ വീട്ടിൽ -30°C താപനില താഴുന്ന കടുത്ത ശൈത്യകാലത്ത് പോലും ചൂടായിരിക്കും. ലഡാക്ക്, സിക്കിം, നേപ്പാൾ തുടങ്ങിയ പർവ്വത പ്രദേശങ്ങളിലെ നിരവധി പേർക്ക് ഈ വീടുകൾ ഉപകാരപ്പെട്ടു. 2011 ഫ്രാൻസിലെ ഗ്രനോബോളിലുള്ള ക്രാച്ചർ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ മൺപാത വാസ്തുവിദ്യയിൽ 2 വർഷത്തെ ഉന്നത പഠനം വാങ്ചുക് നടത്തിയിരുന്നു. ഇതും മൺവീടുകൾ ഉണ്ടാക്കുന്നതിൽ ഉപകാരപ്പെട്ടു. വാങ്ചുക് നിർമ്മിച്ച ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്ക് എന്ന കോളേജ് ക്യാമ്പസ് പൂർണ്ണമായും പരിസ്ഥിതി സൗഹാർദ്ദപരമാണ്. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമ്പസിൽ മണ്ണ് കെട്ടിടങ്ങളാണ് ഏറെയും. കോൺക്രീറ്റിനോട് കിടപിടിക്കുന്ന ഈട് നിൽക്കുന്ന സുരക്ഷിതമായ കെട്ടിടങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു കാണിച്ചു കൊടുത്തു. 2016 ജൂലൈയിൽ ഫ്രാൻസിലെ ലിയോണിൽ നടന്ന 12ാമത് വേൾഡ് കോൺഗ്രസ് ഓൺ എർത്ത് ആർക്കിടെക്ചറിൽ മികച്ച കെട്ടിടത്തിനുള്ള ഇന്റർനാഷണൽ സ്റ്റെറ അവാർഡും വാങ്ചുക് നേടുന്നുണ്ട്. 2016 വാങ്ചുക് ഫാം സ്റ്റേറ്റ് ലഡാക്ക് എന്ന പേരിൽ ഒരു പദ്ധതി ആരംഭിച്ചു. ഇതോടെ വിനോദസഞ്ചാരികൾക്ക് ലഡാക്കിൽ ഒരു പ്രാദേശിക കുടുംബത്തോടൊപ്പം താമസിക്കാനും അവസരം വന്നു. ഈ പരിപാടി വലിയ ഹിറ്റായി. ലഡാക്ക് ഗ്രാമങ്ങൾ കാണാനും ഗ്രാമീണരുടെ ജീവിതം പഠിക്കാനും വിദേശത്തു നിന്നും അടക്കം ടൂറിസ്റ്റുകൾ ഒഴുകി. ഇന്നും ലഡാക്കിൽ ആയിരക്കണക്കിന് വീട്ടമ്മമാരുടെ പ്രധാന വരുമാന മാർഗമാണിത്. റെസ്പോൺസിബിൾ ഇക്കോ ഫ്രണ്ട്ലി ടൂറിസം എന്ന ആശയം ഈ നാടിന് പരിചയപ്പെടുത്തി കൊടുത്തതും അദ്ദേഹം തന്നെയായിരുന്നു. വാങ്ചുകിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരുന്നതിന്റെ വലിയ ദുരന്തങ്ങളും അധികൃതർ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 2015 സാൻസ്കറിലെ ഫുദ്ഗൽ നദിയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലഡാക്കിൽ 15 കിലോമീറ്റർ നീളമുള്ള തടാകം രൂപപ്പെട്ടു. ഇത് താഴ്ന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറി. തടാകം പൊട്ടിച്ച് കളയുകയായിരുന്നു അധികൃതരുടെ പദ്ധതി. എന്നാൽ തടാകം വറ്റിക്കാൻ സൈഫോൺ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനും അരികുകൾ സുരക്ഷിതമായി മുറിക്കാൻ വാട്ടർ ജെറ്റ് മണ്ണൊലിപ്പ് തടയാനും വാങ്ചുക് നിർദ്ദേശിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നടത്തേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. പക്ഷേ അധികൃതർ ഈ നിർദ്ദേശങ്ങൾ അവഗണിച്ചു. സ്ഫോടന പ്രവർത്തനങ്ങൾ നടത്തി.
വലിയ ദുരന്തമായി മാറിയത്. 2015 മെയ് 7 തടാകത്തിലെ ജലം ഒലിച്ച ഒരു മിന്നൽ വെള്ളപ്പൊക്കമുണ്ടായി. അത് 12 പാലങ്ങളും നിരവധി താഴ്ന്ന പ്രദേശങ്ങളും നശിപ്പിച്ചു. ഇത്തരത്തിലുള്ള അനുഭവങ്ങളും ഇദ്ദേഹത്തിന് പറയാനുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ മരം കൊച്ചുന്ന തണുപ്പിൽ നിന്ന് രക്ഷിച്ചതും ഈ ജനകീയ ശാസ്ത്രജ്ഞന്റെ ഇടപെടലാണ്. 2021 ഫെബ്രുവരിയിൽ വാങ്ചുക് ഇന്ത്യൻ സൈന്യത്തിനായി സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ടെന്റുകൾ വികസിപ്പിച്ചെടുത്തു. ഓരോ ടെന്റിലും ഏകദേശം 10 സൈനികരെ ഉൾക്കൊള്ളാൻ കഴിയും. ഉയർന്ന പ്രദേശങ്ങളിൽ ഏകദേശം 50,000 ഇന്ത്യൻ സൈനികർ കഠിനമായ കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് വാങ്ചുക് ഈ കണ്ടുപിടുത്തം കൊണ്ടുവന്നത്. പകൽ സമയത്ത് താപോർജ്ജത്തെ സംഭരിച്ച് രാത്രിയിൽ കൂടാരം ചൂടാക്കി നിലനിർത്തുകയാണ് ഇത് ചെയ്യുന്നത്. കൊടും തണുപ്പിൽ കഴിയുന്ന സൈനികർക്ക് വലിയ ആശ്വാസമായി ഇത് മാറി. പരിസ്ഥിതിയും വികസനവും ഒത്തുചേരുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ വേണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് 2013 ലഡാക്കിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകളെ തുടർന്ന് ഒരു സാമൂഹിക ക്യാമ്പയിനും ഗ്രീൻ പാർട്ടിയുടെ ലഡാക്കിന്റെ പതിപ്പുമായ ന്യൂ ലഡാക്ക് മൂവ്മെന്റ് വാങ്ചുക് തുടങ്ങുന്നത്. ലഡാക്കിന്റെ വളർച്ചയ്ക്കും വികസനത്തിനുമായി എല്ലാ പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും ഒരു ബാനറിന് കീഴിൽ ഒന്നിപ്പിക്കുക എന്നതും ഇതിന്റെ ലക്ഷ്യമായിരുന്നു. ഇതേ സംഘടനയാണ് ഇപ്പോൾ സംസ്ഥാനത്തിനായുള്ള സമരത്തിൽ മുന്നിലുള്ളത്. ഇപ്പോൾ അർബൻ മാവോയിസ്റ്റ് എന്നെല്ലാം ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിലും കടുത്ത നക്സൽ വിരുദ്ധനും ചൈന വിരുദ്ധനുമാണ് അദ്ദേഹം. 2020 ജൂൺ 15 ഗാൽവാൻ വാലിയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇന്ത്യയിലുടനീളം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനങ്ങൾ ഉയർന്നപ്പോൾ അതിൽ മുൻപന്തിയിൽ വാങ്ചുക്കും ഉണ്ടായിരുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയെ വിവിധ സെലിബ്രിറ്റികളും പിന്തുണച്ചിരുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെന്റുമായി അദ്ദേഹം ഇടയുന്നത് ലഡാക്കിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോഴാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ തുടർന്ന് 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടു. ജമ്മു കാശ്മീർ ഒരു പ്രത്യേക കേന്ദ്രഭരണ പ്രദേശമായി മാറി. അതേസമയം ലേയും കാർഗിലും സംയോജിച്ച ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി. ഇതിനെതിരെയാണ് സോനം വാങ്ചുക്കിന്റെ സമരം. തങ്ങൾക്ക് പൂർണ്ണ സംസ്ഥാന പദവി വേണമെന്നും പ്രത്യേക പരിസ്ഥിതി മേഖലയായ ലഡാക്കിൽ തങ്ങളുടേതായ സർക്കാർ വന്നാൽ മാത്രമേ വികസനം പൂർണ്ണതോതിൽ നടത്താൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത്. 2023 ജനുവരി 26 കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എടുത്തു കാണിക്കുന്നതിനും ഇന്ത്യൻ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരം ലഡാക്കിന്റെ സംരക്ഷണം ആവശ്യപ്പെടുന്നതിനുമായി വാങ്ചുക് ഗാർദുംഗ്ല പാസിൽ ഉപവാസം പ്രഖ്യാപിച്ചു. സമരം വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. അധികൃതർ അദ്ദേഹത്തെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചു. -40 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില ഉപവാസത്തിന് അനുയോജ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഖാർദുംഗ്ല പാസിൽ പ്രവേശിക്കാനുള്ള അനുമതി പോലീസ് നിഷേധിച്ചു. ഹിയാൻ എന്ന അദ്ദേഹം സ്ഥാപിച്ച കോളേജ് ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ക്യാമ്പസിൽ നിന്നും വാങ്ചുക് തന്റെ പ്രതിഷേധവും നിരാഹാരവും തുടർന്നു. 2024 മാർച്ചിൽ ഇതേ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹം മരണം വരെ നിരാഹാര സമരം പ്രഖ്യാപിച്ചു. ഇതും യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാക്കി. 2024 സെപ്റ്റംബർ 30 ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്കിൽ നിന്നും ഡൽഹിയിലേക്ക് കാൽനടയാത്ര നടത്തുന്നതിനെ വാങ്ചുക്കിന്റെ അനുയായികളെയും സിംഗു അതിർത്തിയിൽ വെച്ച് ഡൽഹി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയോ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ കാണാൻ അനുവദിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്നും ഡൽഹിയിൽ അവർ പ്രഖ്യാപിച്ചു. പക്ഷേ സർക്കാർ വഴങ്ങിയില്ല. തുടർന്നാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമായ നിരാഹാരം ആരംഭിക്കുന്നത്. നിരാഹാരം ആരംഭിക്കുന്നതിന് മുൻപ് നടത്തിയ പ്രസംഗത്തിൽ BJPയുടെ 2019 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലഡാക്കിലെ ജനസംഖ്യയുടെ 97% തദ്ദേശീയ ഗോത്രവർഗ്ഗക്കാരനായതിനാൽ ഈ പ്രദേശം ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്ന് പാർട്ടി ഉറപ്പ് നൽകിയിരുന്നെന്നും സോനം പറഞ്ഞു. ബിസിനസ് റാവുകളിൽ നിന്നും ഖനന ലോബികളിൽ നിന്നും വ്യാവസായിക ലോബികളിൽ നിന്നും ഈ പർവ്വതങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ BJP ഇപ്പോൾ ഇരട്ടത്താപ്പ് കളിക്കുകയാണെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ലഡാക്കിലെ ഹിമാലയത്തിന്റെ ഇന്ത്യൻ ഭാഗത്ത് നമ്മുടെ ഹിമാനികൾ വളരെ വേഗത്തിൽ ഉരുകുകയാണ്. ഇത് മാറി മാറി വരൾച്ചയ്ക്കും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിനും കാരണമാകുന്നു. വളരെ വേഗം നമ്മളിൽ പലരും കാലാവസ്ഥ അഭയാർത്ഥികളാകും. ഹിമാലയത്തിന്റെ ഈ ഭാഗം 3ാം ധ്രുവം എന്ന് വിളിക്കപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമി നാം സംരക്ഷിക്കണം. ഉത്തര ദക്ഷിണ ധ്രുവങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധജല സംഭരണി ഈ പ്രദേശത്താണ്. അത് വറ്റണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ചോദിക്കുന്നു. -16 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമ്പോഴും ലേയിലെ NTS സ്റ്റേഡിയത്തിൽ വാങ്ചുക് നിരാഹാരം കിടന്നപ്പോൾ അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കൂ എന്ന ആവശ്യവുമായി ആയിരങ്ങൾ തടിച്ചുകൂടി. ആ പ്രക്ഷോഭമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ഉപവാസം അനുഷ്ഠിച്ച ഏറ്റവും ദൈർഘ്യമേറിയ കാലയളവായതിനാൽ ഞാൻ 21 ദിവസത്തെ ഉപവാസം അനുഷ്ഠിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ സമാധാനപരമായ പാത പിന്തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഞ്ഞുമൂടിയ പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ തടിച്ചുകൂടി ജനക്കൂട്ടത്തോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഗാന്ധിജിയുടെ ശിഷ്യനെന്ന് അവകാശപ്പെടുന്ന അദ്ദേഹത്തിന് വയലൻസിൽ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ടാണ് സമരം അക്രമാസക്തമായതിനെ തുടർന്ന് അദ്ദേഹം ഇത് അവസാനിപ്പിച്ചതും. ഇപ്പോൾ തന്നെ ആരാധകർ അദ്ദേഹത്തെ മലമടക്കുകളിലെ ഗാന്ധി എന്ന് വിളിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ഉന്നയിക്കുന്ന ആവശ്യത്തിൽ കഴമ്പുണ്ട്.
രാഷ്ട്രീയക്കാരുടെ വെറും കോപ്രായമായി ഇതിനെ കാണാൻ കഴിയില്ല. ഗൗരവമായ പരിഗണന അർഹിക്കുന്ന വിഷയം തന്നെയാണ് സോനം മുന്നോട്ട് വെക്കുന്നത്. എവിടെ വാങ്ങിച്ചുകൊണ്ടോ അവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്നൊരു ചൊല്ലു തന്നെയുണ്ട് ലഡാക്കിൽ. കോവിഡ് കാലത്ത് ലഡാക്കിൽ ഇന്റർനെറ്റ് പ്രശ്നം പരിഹരിച്ചത് അദ്ദേഹമാണ്. ഉയർന്ന മലകൾക്ക് മുകളിൽ ടവർ വെച്ച് പ്രസരണ വേഗത കൂട്ടുന്ന ചെറിയ ലൊക്കേഷൻ ടവറുകൾ വെച്ച് പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം കൊടുത്ത നിർദ്ദേശമാണ് മൊബൈൽ കമ്പനികൾ നടപ്പിലാക്കിയത്. ചുരുക്കി പറഞ്ഞാൽ ലഡാക്കിലെ വിദ്യാഭ്യാസത്തിലും വീട് നിർമ്മാണത്തിലും കുടിവെള്ള സംഭരണത്തിലും സൗരോർജ്ജ സംരക്ഷണം തൊട്ട് നെറ്റിന്റെ വേഗത വരെ കൂട്ടാൻ കഴിയുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് ഇയാളെന്ന കാര്യത്തിൽ സംശയം വേണ്ട.